ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് നൈനൂസിൻ്റെ ക്രിസ്മസ് ഷൂട്ടിന് വേണ്ടി പോവാണ് അല്ലേ. ക്രിസ്മസിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊച്ചിയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് സ്റ്റുഡിയോ, നമ്മുടെ മോഹൻലാലിൻ്റെ ഫോട്ടോഗ്രാഫറിൻ്റെ അനീഷ് ഉപാസനയുടെ ഉപാസന സ്റ്റുഡിയോയിലേക്ക്, കൊച്ചി പാലാരിവട്ടത്തേക്ക് നമ്മൾ പോവാണ്. നുനുവിൻ്റെ ഇത് എല്ലാ റെഡ് കളർ ഡ്രസ്സ് നമുക്കൊന്ന് വാങ്ങണം അല്ലേ. കിട്ടിയില്ലെങ്കിൽ ഇത് ഒപ്പിക്കും. പിന്നെ ഇന്ന് ക്രിസ്മസ് ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. നല്ല അടിപൊളി സ്റ്റുഡിയോയിൽ കൊച്ചിയിൽ. ഗൈസ്, അങ്ങനെ കൊച്ചിയിലുള്ള സ്റ്റുഡിയോയിലും മാക്സിലും ഒക്കെ തപ്പി മടുത്തതിന് ശേഷം നമ്മൾ പാലാരിവട്ടത്തുള്ള നല്ലൊരു കിഡില ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വലിയ ഷോപ്പാണ്. ഇവിടെ സൂപ്പർ ക്രിസ്മസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഒരുപാട് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട്. ഇരുമ്പനത്താണ് ഇവരുടെ ഹോൾസെയിൽ ഷോപ്പ് ഉള്ളത്. ഇത് റീറ്റെയിൽ ഷോപ്പാണ്. പക്ഷേ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗൈസ്, അതും തുച്ഛമായ വിലയിൽ. പാലാരിവട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കലൂരേക്ക് പോകുന്ന വഴിയിലാണ് ഈ കട. ചൈത്രം ക്ലോത്തിങ് എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നൈനൂസിന് വേണ്ടി 2 ഡ്രസ്സ് എടുത്തു. അങ്ങനെ ഞങ്ങൾ പാലാരിവട്ടത്തുള്ള അനീഷ് ഉപാസന സ്റ്റുഡിയോയിലെത്തി. സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് മോഹൻലാലിൻ്റെ പിക്ചറുകളാണ്. കയറി നോക്കിയതും നമ്മുടെ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ഇവിടെ കണ്ടു. ഇത് നമുക്ക് തരാൻ വേണ്ടി എടുത്തതായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം നമ്മൾ ഫോട്ടോഷൂട്ടിന് വന്ന് അതുപോലെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നൈനൂസിൻ്റെ ഫോട്ടോഷൂട്ട്. അപ്പോൾ നമ്മുടേതും എടുത്തിരുന്നു. അപ്പോൾ അന്ന് കിട്ടിയ കോംപ്ലിമെൻ്ററി ഫ്രെയിമാണത്. അത് മാത്രമല്ല നമ്മുടെ ഒരു ഫോട്ടോ ഇവിടെ ഒരു ഡിസ്പ്ലേക്കും വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും ജസ്റ്റ് സ്റ്റുഡിയോ കാണാം. സ്റ്റുഡിയോയിൽ എല്ലാ സംഭവങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ കുറേ ക്യാമറയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപാസനയെ അറിയാലോ, അനീഷ് ഉപാസന നല്ല ഒരുപാട് മൂവി ചെയ്ത ഡയറക്ടറും കൂടിയാണ്. പുള്ളിയുടെ മൂവിയുടെ ഡിസ്പ്ലേ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ മോഹൻലാലിൻ്റെ കുറേ ഇമേജ്, എവിടെ നോക്കിയാലും മോഹൻലാലാണ്. കാരണം മോഹൻലാലിൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറാണ്. മോഹൻലാലിൻ്റെ വലിയൊരു ആരാധകനും കൂടിയാണ് ഈ ഉപാസന, അനീഷ് ഉപാസന. അപ്പോൾ നമുക്ക് നേരെ സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് കടക്കാം. പോകുമ്പോൾ തന്നെ ഈ സ്റ്റുഡിയോയിൽ നല്ല ഒരു വലിയ ടി.വിയിൽ കാര്യങ്ങളൊക്കെ അവർ ഡയറക്റ്റ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേയിൽ എപ്പോഴും ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് ഇവരുടെ ശരിയായ ലോകം. ഇവിടെ വെച്ചാണ് എല്ലാ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ബമ്പർ കഴിഞ്ഞ തവണ വന്ന പോലെയല്ല, ട്രീ ഭയങ്കരമായിട്ട് ക്രിസ്മസ് ട്രീ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സിങ് റൂമിലേക്ക് വന്ന് നിക്കൂസ് നമ്മുടെ നൈനൂസിനെ ചെറുതായിട്ടൊന്ന് എന്താ പറയണ്ടേ ഒരുക്കുകയാണ്. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാണ്. ഇതാണ് ഇവരുടെ മേക്കപ്പ് റൂം. ഇവിടെയും അത്യാവശ്യം ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ആർക്കെങ്കിലും ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം എന്നുള്ളവർ നേരെ ഇങ്ങോട്ട് പോയി. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ഫോട്ടോഷൂട്ടിന് വേണ്ട എല്ലാ സംഭവങ്ങളും സെറ്റായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ നൈനൂസ് ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡിയായി. ഇനി നമുക്ക് ഫോട്ടോ ഷൂട്ട് പരിപാടി തുടങ്ങാം. രണ്ടാമത്തെ ഫോട്ടോഷൂട്ടിന് ഇവിടെ തന്നെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇവിടുത്തെ ആ ഒരു എല്ലാ ഒരു സെറ്റപ്പും ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതുകൂടാതെ ഇവർ നൈനൂസിനെ ഭയങ്കര കംഫർട്ട് ആക്കിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈനൂസ് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ഫോട്ടോസ് കിട്ടുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ, കുട്ടികളുടെ ഫോട്ടോഷൂട്ടിനൊക്കെ ബെസ്റ്റ് പ്ലേസ് ആണ്. ക്യാമറയിൽ മാത്രം നോക്കുക. ചിരിക്ക്, ക്യാമറയിൽ നോക്ക്. ആ മതി മതി മതി, ചിരിച്ചോ. ക്യാമറയിൽ നോക്കിക്കോ. ആ ക്യാമറയിൽ, ചേട്ടൻ്റെ ക്യാമറയിൽ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കൂടുതൽ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ, നൈനൂസിൻ്റെയും നമ്മുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ നോക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.